ഹായ്, നമസ്കാരം. ന്യൂ ആൻഡ് ഫ്രഷിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല അടിപൊളി ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് കുറച്ച് ഇലയൊക്കെ മുറിക്കാനുള്ള പരിപാടിയിലാണ്. കുറച്ച് വാഴ അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ഇല ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് മുറിച്ച് സെറ്റാക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ അട എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഹായ്, അപ്പോൾ നമുക്ക് അട ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതേപോലെ പച്ച ഇലപ്പൊടി, നെയ്യ് കൂട്ടിയിട്ട് കുറച്ച് വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ല കുഴമ്പ് രൂപത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കുറച്ച് നേരത്തെ കലക്കി വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒന്ന് നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. അതേപോലെ ഇത് ശർക്കരയും നാളികേരയും കൂടി മിക്സ് ചെയ്തതാണ്. പിന്നെ ഇതിൻ്റെ മെയിൻ ഇതെന്താ വെച്ചാൽ നമ്മൾ ഇതേപോലെ വാഴൻ്റെ ഇല നന്നായി വഴറ്റിയിട്ട് വേണം ചെയ്യാൻ, എന്നാൽ മാത്രമേ ഇല കീഴാണ്ടിരിക്കുള്ളൂ. അപ്പോൾ ഇത് നന്നായി വഴറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് എങ്ങനെ അട ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതേപോലെ കുറച്ച് മാവ് എടുക്കുക. ഇതേപോലെ ഇലയിൽ പരത്തണം നന്നായിട്ട്. കനം കുറച്ചിട്ട് വേണം പരത്താൻ. മാവ് കമ്മിയുണ്ടെങ്കിൽ ലേശം കൂടി എടുത്ത് നമുക്കിത് മിക്സ് ചെയ്യാം. നമ്മുടെ ഇലയുടെ വലുപ്പത്തിനനുസരിച്ചിട്ട് നമ്മൾ ചെയ്താൽ മതി. എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമുക്ക് ഇലയുടെ ഒരു സൈഡിന് ഇതേപോലെ മാവാക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതേപോലെ മിക്സ് ചെയ്ത് വെച്ച നാളികേരം ചേർക്കുക. നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് നമുക്ക് നാളികേരം ശർക്കര മിക്സ് കൂട്ടിയും കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ. ഒരു സൈഡിലാണ് ഇതേപോലെ ആഡ് ചെയ്യേണ്ടത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് മടക്കുകയാണ് കേട്ടോ. ഇതേപോലെ മടക്കുക. 3 സൈഡും മടക്കണം. പിന്നെ നമ്മൾ ആ മടക്കി അട വെക്കുമ്പോൾ ഒരു നാക്കുണ്ട്. ഇതേപോലെ നമ്മൾ ഇഡ്ഡലി കുക്കറിലാണ് വെക്കണേ. അപ്പോൾ താഴത്ത് ഒരു 2 തട്ട് വെച്ച് വെള്ളം വെച്ച് ബാക്കി വെച്ചിട്ട് നമ്മളൊരു 2 അട വെച്ചിട്ട് അതിൻ്റെ മേലെ നിങ്ങൾക്ക് കാണാൻ വഴി ഇതേപോലെ നമ്മുടെ വാഴൻ്റെ തണ്ട് ഇതേപോലെ ക്രോസ് വെച്ചിട്ട് അതിൻ്റെ മേലെയാണ്. അപ്പോൾ ഒന്നിൻ്റെ മേലെ ഒന്ന് ടച്ച് ആവാതെ ഇരിക്കുള്ളൂ. ഇങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ അടച്ചിട്ട് വെക്കുക. എന്നിട്ട് ഒരു ഏകദേശം 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ല വെന്ത് നല്ല അടിപൊളി അടയായിട്ട് മാറും. അപ്പോൾ അത് നമുക്ക് വെന്തതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മുടെ അടയൊക്കെ ഇപ്പോൾ നന്നായിട്ട് സെറ്റായിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു അട പൊളിച്ച് നോക്കാം എങ്ങനെ ഉണ്ട് എന്നുള്ളത്. നല്ല അടിപൊളി അടയാണ്. നല്ല സോഫ്റ്റ് ആണ്. കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. നമുക്ക് ഈ അട ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. എന്നിട്ട് നമുക്ക് എങ്ങനെ അവരുടെ അഭിപ്രായം എന്നറിയാലോ. കുട്ടികൾ എത്തിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ മുത്തശ്ശിയമ്മയ്ക്കാണ് ഈ അട ഉണ്ടാക്കി കൊടുക്കണേ. അപ്പോൾ അട തിന്നിട്ട് നമ്മുടെ മുത്തശ്ശിയുടെ അഭിപ്രായം എങ്ങനെയാന്ന് കേൾക്കാം. സോഫ്റ്റ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ അട മുത്തശ്ശിയമ്മ കഴിച്ചിട്ട് നല്ല അടിപൊളി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഈ ഒരു റെസിപ്പി വെച്ച് നിങ്ങൾ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയണം. അപ്പോൾ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ ഒരു വിലയേറിയ അഭിപ്രായങ്ങൾ തന്നെയാണ് എൻ്റെ പുതിയ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.